അതെപ്പോഴാ പോസിബിൾ? 4 months ട്രയൽ റണ്ണുക്കൊക്കെ തന്ന മെഷീൻ നീ എപ്പോഴും തിരുപ്പി തന്നാകണം. സാർ അത് എങ്ങനെയെങ്കിലും ഞാൻ വാങ്ങിക്കാം സാർ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ, ബട്ട് ദാറ്റ് മെഷീൻ ഇസ് നോട്ട് ഫോർ സെയിൽ. എന്നോട് വേലയിൽ പോയിടും. ഇത് ഓന്റെ പണിയാ, ബാബുവിന്റെ. ഇനി ബാബു അല്ല ഓന്റെ അച്ഛൻ വിചാരിച്ചാലും ഒന്നും നടക്കൂല. അമ്മാതിരി മെയിലാന്ന് എന്റെ മോൻ ഇങ്ങോട്ട് അയപ്പിച്ചത്. ഭാസ്കരേട്ടാ, നിങ്ങളെ മോനത്തെ ശമ്പളം ഉണ്ടാവും? എന്തേ രസം അറിയാൻ വേണ്ടി ചോദിച്ചാ. അറിയുമ്പോ രസമൊന്നും ഉണ്ടാവില്ല, കിട്ടുമ്പോഴല്ലേ രസം ഉണ്ടാവില്ലേ? എനിക്ക് തോന്നുന്നില്ല ഞാൻ അച്ഛനതിനെ തിരിച്ചു തരുമെന്ന്. உனக்கு நான் சொன்னா புரியலையா? போய் அதை கொண்டு வாடா. எனக்கு அந்த மெஷின் திருப்பி வேணும், ஒரு குறை இல்லாம. அதுக்கு உன் அப்பாவை கொல்லணும், அதுவே பண்ணலாம். ட்ரையல் ரன்னுக்கு போன 4 மெஷின்ல 2 மெஷின் ஃபெயில் ஆயிடுச்சு. என்னோட அப்பாவுக்கு ஏதாவது ஆயிடுச்சுன்னா ரிசல்ட்ஸ் எல்லாமே ஸ்டாப் பண்ணி கம்பெனி மூடுறது தான். உன்னோட நல்லதுக்காக தான் சொல்றேன். A message from Saudamini. എന്താ മെസ്സേജ്? നിങ്ങൾ ആരാണ്? മിസ്റ്റർ ഭാസ്കരൻ, ഭാവിയിൽ ജീവിക്കാൻ ഇഷ്ടമാണോ? മിസ്റ്റർ ഭാസ്കരൻ, ബാബുവും സൗദാമിനിയും ഒരേ ജാതി. ബാബുവിനെ താങ്കൾ വെറുക്കുന്നു, സൗദാമിനിയോട് ഇഷ്ടം. യു ആർ എ ഹിപ്പോക്രൈറ്റ്, കപട നാട്യക്കാരൻ. ജാതിയും മതവ്യത്യാസവും ഇല്ലാത്ത ഒരു ലോകമാണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്. മനസ്സിൽ നിന്ന് ഇതൊക്കെ പറിച്ചു മാറ്റിയാൽ ഇന്നു മുതൽ ഭാവിയിൽ ജീവിക്കാം. എന്നാൽ ഓള് കേടെ പോയി, ഒരു മെസ്സേജ് പോലും അയക്കാണ്ട്. അച്ഛൻ പാപ്പാ, കിട്ടോമി എൻ്റെ സുഹൃത്താണ്. ഒരുമിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്യണം. പൊതുവാളാണ് അല്ലേ? അതിനൊക്കെ ഇപ്പം എന്താ ഉള്ളത്? ജാതിയും മതവും ഇല്ലാത്തൊരു ലോകമാണ് ഇനി ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇതൊക്കെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റിയാൽ ഇന്നു മുതൽ ഭാവിയിൽ ജീവിക്കാം. how cute. ആ റൂം നീ എന്താ പെട്ടെന്ന്? പെട്ടെന്നൊന്നുമല്ലല്ലോ, രാവിലെ അവിടെ നിന്ന് പോകുന്നല്ലേ. May I help you? വേണ്ട, ഹെൽപ്പ് ചെയ്ത് തന്നെ ഭയങ്കര ധാരാളം. ഐ ക്യാൻ മാനേജ് ഇറ്റ്. ഓള് ഈ റൂം എടുത്തോട്ട്. അതെന്താ? അതിനകത്ത് എൻ്റെ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നു. അതൊക്കെ ഞാൻ മാറ്റി വെച്ചോളാം. അതെടുക്കണ്ട, നിനക്കത് ലൂസായിരിക്കും. അച്ഛൻ്റെ മുറിയിലോട്ട് വെച്ചു. അച്ഛൻ എനിക്കൊരു ചായ ഇട്ടല്ലോ, ഓനിട്ടോളൂ. അച്ഛനെ കൂട്ടാണ്.
സഹായിക്കാൻ ഓന് കടുകേടാന്നറിയില്ല. ചായക്ക് എന്തിനാ കടുക്? ദോശ വേണ്ടേ? ദോശക്ക് എന്തിനാ കടുക്? ഇപ്പൊ ചട്നിയും വേണ്ടേ? അച്ഛൻ എനിക്കൊരു ചായ മതി, അത് ഓനിട്ടോളും. അച്ഛൻ എവിടെ ഇരുന്നേ? Nice house. കുഞ്ഞപ്പ ഒരാഴ്ചയായിട്ട് കത്തൊന്നും കാണുന്നില്ലല്ലോ. ആരെ? സൗദാവ് കരൻ, സൗദാരൻ, നിന്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ് സുധാകരൻ. എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. കുറേ ലീവ് ഉണ്ടാ? അച്ഛൻ എത്ര ദിവസം വേണോ അത്രയും കിട്ടും. പണി പോവില്ലേ? അച്ഛനല്ലേ പറഞ്ഞ നാടാണ് നല്ലത്, കഞ്ഞി കുടിച്ച് ജീവിച്ചാൽ മതി, അച്ഛനെ നോക്കണമെന്നൊക്കെ. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പോവില്ല. എന്തിന്? ഇപ്പൊ പണിയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇവിടെ പണിയൊന്നും കിട്ടൂല. എന്നെ നോക്കാൻ കുഞ്ഞപ്പനില്ലേ? പിന്നെ ഞാനുള്ളതും റോബർട്ടുള്ളതും ഒരേപോലെ ആവില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ അച്ഛാ. പിന്നെ അതുമല്ല, അച്ഛൻ്റെ കൂടെ ആരെ വിട്ടാലും എനിക്കൊരു സമാധാനമില്ല. ഞാൻ തീരുമാനിച്ചു. ഓളെ ഒറ്റയ്ക്ക് തിരിച്ചു പോകും. ഓളിഞ്ഞ് പോകുന്നില്ല. ഞങ്ങളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. Congratulations. ഇവിടെ എന്തിനാണ് എപ്പോഴും അതിനെ കൊണ്ട് നടക്കണ? അതൊന്ന് ഓഫ് ചെയ്ത് വെക്ക്. ഓഫ് ചെയ്ത് വെക്കാൻ ഇതെന്താ മെഷീനാ? ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. എനിക്ക് പാട്ട് കേൾക്കണം. നമ്മൾ വിചാരിച്ചതിനേക്കാൾ മേലെയാണ് സിറ്റുവേഷൻ. വിളിച്ച് ഓഫ് ചെയ്ത് കളഞ്ഞാലോ? നോ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. സഡൻലി പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഇറ്റ് വിൽ ബി എ ഷോക്ക്. പറഞ്ഞേ മനസ്സിലാക്കണം. പാപ്പാക്ക് മനസ്സിലാകും. പാവാണ്. We should be with him always. ഹായ് കുഞ്ഞപ്പൻ. എൻ്റെ സുഹൃത്താണ്. Thank you. മിസ്റ്റർ ഭാസ്കരൻ, ഒരു രഹസ്യം പറയാനുണ്ട്. എന്ത് രഹസ്യം? മിസ്റ്റർ ഭാസ്കരൻ മക്കളോട് പോലും പറയാത്ത കാര്യമാണ്. കക്കൂസ് പോകുന്നു. കക്കൂസ് പോകാനായിട്ട് വാ. എനക്ക് ഗുഡ് ബൈ സുബ്രഹ്മണ്യൻ. ഇതാന്ന് ഞാൻ പറഞ്ഞു.
ഇനി പോയിട്ടുണ്ട്. 30-35 വർഷമായിട്ട് എൻ്റെ കയ്യിലൊരു നൂല് പോലും കിട്ടി തന്നിട്ടില്ല. കുഞ്ഞപ്പൻ്റെ ജാതകം വരെ എഴുതിച്ചു. അല്ല, മാമനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഈ പ്രായത്തിൽ കളിക്കാൻ കൊടുക്കേണ്ട സാധനം നീ വാങ്ങിച്ചു കൊടുത്ത്. എനിക്ക് ദാഹിക്കുന്നു ബാബു. നീയല്ലേ ഇപ്പൊ കുടിച്ച്? പ്രതികാരദാഹം നായി. ആ കുഞ്ഞപ്പനെ ഞാൻ കൊല്ലും. ആ പേര് കേൾക്കുമ്പോ തന്നെ എന്തോ ഒഴുത്തോട്ട് വരും. ഞാൻ പയ്യന്നൂരിത് പോയി. ആ വീട് അവര് പൊളിച്ചു പടിയാന്ന്. പെട്ടെന്നായിട്ട് പറയാൻ പറ്റിയില്ല. പറഞ്ഞില്ലെങ്കിലും കണ്ടുപിടിക്കുന്ന അറിയാ. കുഞ്ഞപ്പാ, ഇല്ലാത്ത സമയം ഉണ്ടാക്കി ചുപ്പനും ആ ഹിഡിമ്പിയും ഹിറ്റോമി ആ എന്തേലും ആവട്ടെ, നിന്റെ അമ്മയൊന്നും അല്ലല്ലോ. ഇവിടെ വന്നത് എന്തിനാന്ന് അറിയില്ല. ഹായ്. നീ എന്നാക്കുന്നു? ഇന്ന് മുതൽ ഞാനാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഭക്ഷണം മാത്രമല്ല, അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കാൻ പോകുന്നത്. നിനക്ക് 1/2 ഗ്ലാസ് ചായ വേണം. അര ഗ്ലാസ് എന്നല്ലേ പറഞ്ഞത്? അച്ഛന് വേണ്ടത് കുടിച്ചാൽ പോരെ? വേണ്ടതല്ലേ ചോദിച്ചത്, അത് തന്നാ പോരെ? എങ്ങോട്ടാ? കുളിക്കണം. അത് ഇവനെന്തിനാ? പിന്നെ ഒറ്റയ്ക്കാ പോണ്ടത്? ആടെ വെച്ച് എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ? ഞാൻ വന്നോളാം, നീ ഇടുന്നാ മതി. അകത്ത് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, അരകല്ലപ്പുറത്തുണ്ട്. നന്നായിട്ട് അരയണം, എന്നാലും രുചി ഉണ്ടാവും. കടുക് നന്നായിട്ട് പൊട്ടണം, കരിയാതെ നോക്ക്. വാ. സുബ്ബു, എങ്ങോട്ടാ അച്ഛൻ്റെ പുര? ഞാനൊന്ന് കുളിക്കാൻ, ഇവനെന്റെ തല ഓർത്താൻ. എന്തേ? ഒന്നുമില്ലപ്പോ, വെറുതെ വെച്ചതാ. അച്ഛൻ ശരിക്കും നാണം കൃത്യം പറഞ്ഞില്ലേ? നാണക്കേട? അങ്ങനെയാണെങ്കിൽ 10-12 കൊല്ലം നിന്റെ തല ഓർത്ത് ഞാൻ നാണം കെട്ട് ചത്തുപോണമായിരുന്നല്ലോ. ആഴ്ചക്കാഴ്ചക്ക് പുതിയ പുതിയ റോബോട്ടിനെ വാങ്ങിക്കാൻ അയ്യാക്ക് ഇടുന്ന ഈ പൈസ. റോബോട്ടിന് ലീവാന്നല്ലേ?